गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। श्रीभगवानुवाच अनाश्रितः कर्मफलं कार्यं कर्म करोति यः स सन्न्यासी च योगी च न निरग्निर्न चाक्रियः यं सन्न्यासमिति प्राहु योगं तं विद्धि पाण्डव न ह्यसन्न्यस्तसङ्कल्पो योगी भवति कश्चन आरुरुक्षोर्मुनेर्योगं कर्म कारणमुच्यते योगारूढस्य तस्यैव शमः कारणमुच्यते यदा हीनेन्द्रियार्थेषु न कर्मस्वनुषज्यते सर्वसङ्कल्पसन्न्यासी योगारूढस्तदोच्यते उद्धरेदात्मनात्मानं नात्मानमवसादयेत् आत्मैव ह्यात्मनो बन्धुः आत्मैव रिपुरात्मनः बन्धुरात्मात्मनस्तस्य येनात्मैवात्मना जितः अनात्मनस्तु शत्रुत्वे वर्तेतात्मैव शत्रुवत् जिदात्मनः प्रशान्तस्य समाहितः शीतोष्णसुखदुःखेषु तथा मानापमानयोः ज्ञानविज्ञानतृप्तात्मा कूटस्थो विजितेन्द्रियः युक्त इत्युच्यते योगी समलोष्टाश्मकाञ्चनः। किञ्च മാത്രമല്ല പിന്നെ സുഹൃന്മിത്രാര്യുദാസീന മധ്യസ്ഥദ്വേഷ്യ ബന്ധുഷു സാധുഷ്വപി ച പാപേഷു സമബുദ്ധിർവിശിഷ്യത്തെ. സുഹൃന്മിത്രാര്യുദാസീന മധ്യസ്ഥദ്വേഷ്യ ബന്ധുഷു സാധുഷ്വപി ച പാപേഷു സമബുദ്ധിർവിശിഷ്യത്തെ. അതിന്റെ പദച്ഛേദം പറയാം. സുഹൃന്മിത്രാര്യുദാസീന മധ്യസ്ഥദ്വേഷ്യ ബന്ധുഷു ഒറ്റ വാക്കാണ്, മുറിക്കാൻ പറ്റില്ല. സാധുഷു അപി ച പാപേഷു സമബുദ്ധിഃ വിശിഷ്യത്തെ. സുഹൃന്മിത്രാര്യുദാസീന മധ്യസ്ഥദ്വേഷ്യ ബന്ധുഷു, സുഹൃത്ത്, മിത്രം, അരി, ഉദാസീനൻ, മധ്യസ്ഥൻ, ദ്വേഷ്യൻ, ബന്ധു എന്നിവരിൽ ഒറ്റ വാക്കാണത്. അവിടെ സമാനമായി ചേർക്കാവുന്നതിനെയൊക്കെ ചേർക്കാം. കേവലം ഇത് മാത്രമല്ല, അതുപോലെ നമുക്ക് എന്തിനെയൊക്കെ ചേർക്കാമോ ആരെയൊക്കെ ചേർക്കാമോ അതൊക്കെ പെടുത്തിക്കൊള്ളൂ. സുഹൃത്ത്, സുഹൃത്ത് തന്നെ. എന്താ സുഹൃത്ത്? സുഖത്തിലും ദുഃഖത്തിലും മാനത്തിലും അപമാനത്തിലും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ആള്, എപ്പോഴും കൂടെ നിൽക്കുന്നതാണ് സുഹൃത്ത്. നമ്മളിൽ നിന്ന് അങ്ങോട്ട് ഉപകാരം പ്രതീക്ഷിക്കാതെ ഉപകാരം ചെയ്തുകൊണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ആള്. അയാൾ പുറത്ത് വലിയ കേമത്തരമൊന്നും കാണിച്ചു എന്ന് വരില്ല, പുറത്ത് വലിയ
ചിരിച്ചു കാണിക്കുക, സ്നേഹം കാണിക്കുക, അതൊന്നും ഉണ്ടായിന്ന് വരില്ല. പക്ഷെ എപ്പോഴും കൂടെ ഉണ്ടാവും. ആണ് സുഹൃത്ത്. മിത്രം, കൂട്ടുകാരൻ. മിത്രം എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ. അയാൾ സുഹൃത്താവാം, അല്ലാതിരിക്കാം, രണ്ടും ആവാം. സാധാരണ ഫ്രണ്ട് എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ് മിത്രം. അരി, അരി അരി തന്നെ. ശത്രു. അരിക്കെങ്ങനെ അരി എന്ന് പേര് വന്ന അല്ലേ? ശത്രു ആയതുകൊണ്ടാ. അരിശി, അരിശി. അത് അരിശി എന്നാണോ അരി ആയതല്ല, അരിന്ന് അരിശി ആയതാണോ അറിയില്ല. ഏതായാലും കൊള്ളാം. അരി. ഉദാസീനൻ. ഉദാസീനൻ ആരുടെ പക്ഷവും ഭജിക്കാതെ കുറച്ചുപരി ഇരിക്കുന്നവൻ. രണ്ടുപേര് തമ്മിൽ തല്ലുന്ന ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ രണ്ടിനുപരി ഇരിക്കുന്നവനാണ് ഉദാസീനൻ. ഉദാസീനൻ മുകളിലിരിക്കുന്നവൻ. വിരുദ്ധ പക്ഷികളിൽ ഒരു പക്ഷവും ചേരാതെ മുകളിലിരിക്കുന്നവൻ ഉദാസീനൻ. മധ്യസ്ഥൻ. വിപരീതം നിൽക്കുന്ന രണ്ട് പക്ഷങ്ങളുടെ നടുക്ക് കയറി നേരെയാക്കാൻ നോക്കുന്നവൻ മധ്യസ്ഥൻ. മധ്യസ്ഥനും ഉദാസീനനും രണ്ടും രണ്ട് പക്ഷത്തിലും പെട്ട ആളല്ല. പക്ഷെ വ്യത്യാസം, ഉദാസീനൻ മോളിലാണ്. അവന് നിങ്ങൾ അടിച്ചാലും കൊള്ളാം, സ്നേഹമായിരുന്നാലും കൊള്ളാം, എന്തായാലും കൊള്ളാം, ഒരു പ്രശ്നമില്ല. മറ്റേയാളതല്ല, മറ്റേയാൾ നേരെയാക്കാൻ നോക്കുന്നതാണ്, അവനാണ് തല്ലുകൊള്ളുക. മധ്യസ്ഥൻ. ദ്വേഷ്യൻ. ദ്വേഷിക്കപ്പെടേണ്ടവൻ. ബന്ധുഷു. ബന്ധു. ബന്ധു എന്ന് പറഞ്ഞാൽ ബന്ധു തന്നെ, ബന്ധിക്കുന്നവൻ, കെട്ടിയിടുന്ന ആള്. ബന്ധു കെട്ടിയിടുന്ന ആള്, കെട്ടുന്ന ആള്. നമ്മളെ ഇതിൽ ഏറ്റവും മോശം വകുപ്പ് ബന്ധു എന്നാ തോന്നണത് അല്ലേ? കാരണം മറ്റൊരാരും കെട്ടുന്നില്ല നമ്മളെ, ഇയാളാണ് കെട്ടണത്. ബന്ധു. ഇവരിലൊക്കെയും സാധുഷു അപിച്ച പാപേഷു. ഇതിലൊക്കെ രണ്ട് വകുപ്പുകാർ വരാം. സാധുക്കളും വരാം, പാപികളും വരാം. സാധു എന്ന് പറഞ്ഞാൽ ധർമ്മം പാലിക്കുന്നവനാണ് സാധു. നമ്മള് മധ്യ ഉത്തര ഭാരതത്തിലൊക്കെ പോയി സാധു എന്ന് പറഞ്ഞാൽ സന്യാസി എന്ന അർത്ഥം. കേരളത്തിൽ സാധു എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്തവനാണ്, അല്ലേ? അങ്ങനെയല്ലേ? സാധു ബീഡി വേറെ, സാധു ബീഡി അത് വേറെ. കേരളത്തിൽ സാധു എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്തവനാണ്. സാധുവാന്ന് പറയും, ഒന്നിനും കൊള്ളാത്തവനാണ്. ഉത്തരഭാരതത്തിലും മധ്യഭാരതത്തിലൊക്കെ സാധു പറഞ്ഞാൽ സന്യാസി. ഇത് രണ്ടും ശരിയല്ല, രണ്ടും തെറ്റാണ്. സാധു എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠനാണ്, അവനവൻ്റെ ധർമ്മം പാലിക്കുന്ന ആളാണ് സാധു. ഒരു വിദ്യാർത്ഥി നല്ലതുപോലെ പഠിച്ചാൽ സാധു, അല്ലെങ്കിൽ അസാധു. ഒരു ഗൃഹസ്ഥൻ ഗൃഹസ്ഥാശ്രമധർമ്മം പാലിച്ചാൽ സാധു, അല്ലെങ്കിൽ അസാധു. അങ്ങനെ ഒരു സന്യാസി ആത്മാനുസന്ധാനത്തിൽ കഴിഞ്ഞാൽ സാധു, അല്ലെങ്കിൽ അസാധു. അങ്ങനെയാണ്. സാധു ശ്രേഷ്ഠമാണ്, ശ്രേഷ്ഠമാണ്. പാപേഷു. പാപേഷു പാപി. പാപഹ എന്ന് പറഞ്ഞാൽ പാപി. പാപി എന്ന് പറഞ്ഞാൽ പ്രതിഷിദ്ധ കർമ്മങ്ങളെ ചെയ്യുന്നു, വിഹിത കർമ്മങ്ങളെ ചെയ്യുന്നില്ല. ചെയ്യേണ്ടത് ചെയ്യില്ല, ചെയ്യരുതാത്തതൊക്കെ ചെയ്യും. ചെയ്യരുതാത്ത വികർമ്മങ്ങളെ ചെയ്യും, ചെയ്യേണ്ടുന്ന കർമ്മത്തെ ചെയ്യില്ല. അവനാണ് പാപൻ അഥവാ പാപി. ഈ ഇവരിലെല്ലാം സമബുദ്ധി, ഒരേ ബുദ്ധിയോടൊത്തവൻ. ഞാൻ നിന്റെ സുഹൃത്താണ്, സന്തോഷം. ഞാൻ നിന്റെ മിത്രമാണ്, സന്തോഷം. ഞാൻ നിന്റെ അരിയാണ്, സന്തോഷം. ഉദാസീനനാണ്, സന്തോഷം. മധ്യസ്ഥനാണ്, സന്തോഷം. ദ്വേഷ്യനാണ്, എനിക്ക് നിന്നോട് വെറുപ്പാണ്, വളരെ സന്തോഷം. ഞാൻ നിന്റെ ബന്ധുവാണ്, സന്തോഷം. ഇനി ലോകദൃഷ്ടിയ ഒരാൾ സാധു ആകട്ടെ, ലോകദൃഷ്ടിയ ഒരാൾ പാപനാകട്ടെ, രണ്ടുപേരോടും സമഭാവം, ഒരു മാറ്റവും ഇല്ല. ഇങ്ങനെ മറ്റുള്ളവരിൽ ഭേദദൃഷ്ടി വയ്ക്കാതെ ഉള്ളവനാരോ അവനാണ്
സമബുദ്ധി, സമമായ ബുദ്ധിയോടൊത്തവൻ വിശിഷ്യതേ, വിശിഷ്ടനാകുന്നു, അവൻ ശ്രേഷ്ഠനാകുന്നു. അവനാണ് ഈ യുക്തന്മാരിൽ ശ്രേഷ്ഠൻ. ഇപ്പൊ പറഞ്ഞു യുക്തൻ, യോഗിയെ യുക്തൻ എന്ന് പറയുന്നു എന്ന് പറഞ്ഞു. യുക്തന്മാരിൽ ശ്രേഷ്ഠനാണ് അയാൾ. നോക്കൂ, സുഹൃദ് ഇത്യാദി ശ്ലോകാർത്ഥം ഏകം പദം. ഭാഷ്യകാരൻ, നമുക്ക് ഭാഷ ഒന്നിച്ച് വായിക്കാം. സുഹൃദ് ഇത്യാദി ശ്ലോകാർത്ഥം ഏകം പദം. സുഹൃദിതി പ്രത്യുപകാരം അനപേക്ഷ്യ ഉപകർത്ത, മിത്രം സ്നേഹവാൻ, അരിഹി ശത്രുഹു, ഉദാസീനഃ ന കസ്യചിത് പക്ഷം ഭജത്തെ, മധ്യസ്ഥഃ യഃ വിരുദ്ധയോഃ ഉഭയോഃ ഹിതൈഷി, ദ്വേഷ്യഃ ആത്മനഃ അപ്രിയഃ, ബന്ധുഃ സംബന്ധി. ഇതി ഏതേഷു സാധുഷു ശാസ്ത്രാനുവർത്തിഷു അപി ച പാപേഷു പ്രതിഷിദ്ധകാരീഷു സർവേഷു ഏതേഷു സമബുദ്ധിഃ കഃ കിം കർമ്മ ഇതി അവ്യാപൃതബുദ്ധിഃ ഇത്യർത്ഥഃ. വിശിഷ്യതേ വിമുച്യതേ ഇതി വാ പാഠാന്തരം. യോഗാരൂഢാനാം സർവേഷാം അയം ഉത്തമഃ ഇത്യർത്ഥഃ. അപ്പോൾ ഇവിടെ ഭാഷ്യകാരൻ തുടക്കത്തിൽ തന്നെ പറയുകയാണ്, സുഹൃദ് ഇത്യാദി ശ്ലോകാർത്ഥം ഏകം പദം. സുഹൃൻ മിത്രാര്യുദാസീന മധ്യസ്ഥദ്വേഷ്യ ബന്ധുഷു എന്നുള്ള ശ്ലോകത്തിന്റെ പകുതി ഭാഗം ഒറ്റ പദമാണ്. അതാരും മുറിച്ചേക്കരുത്. കാരണം ഇത്രയും വലിയ പദമാകുമ്പോൾ അത് മുറിക്കണ്ടേ എന്നൊരു സംശയം വരാം. അതില്ല, ഒറ്റ പദമാണ്. ഷു സപ്തമി പ്രത്യയം അവിടെ വരുന്നുള്ളൂ. സുഹൃൻ മിത്രാര്യുദാസീന മധ്യസ്ഥദ്വേഷ്യ ബന്ധുഷു. ഒരു പദം പൂർത്തിയാവണമെങ്കിൽ അതിൽ വിഭക്തി പ്രത്യയം വരണം, എന്നാലേ പദം ആവുള്ളൂ. വിഭക്തി പ്രത്യയം എന്ന് പറഞ്ഞാൽ വിഭക്തി, ക്രിയാപദവും വിഭക്തിയാണ്, മറ്റ് കർത്തൃഭാവപദങ്ങളൊക്കെ വിഭക്തിയാണ്. വിഭക്തി എന്ന് പറയും വ്യാകരണത്തിൽ 7 വിഭക്തികളല്ല, മൊത്തം ക്രിയാപ്രത്യയങ്ങൾക്കും കർത്തൃഭാവ പ്രത്യയങ്ങൾക്കൊക്കെ പറയുന്ന പേരാണ് വിഭക്തി. അപ്പോ സുഹൃത്ത്, ആരാ സുഹൃത്ത്? പ്രത്യുപകാരം അനപേക്ഷ ഉപകർത്ത. പ്രത്യുപകാരം നോക്കാതെ നമ്മുടെ കൂടെ നിന്ന് ഉപകരിക്കുന്നവനാരോ, ഉപകാരം ചെയ്യുന്നവനാണോ ആരോ അവൻ സുഹൃത്ത്. മിത്രം സ്നേഹവാൻ, അത്രയേ ഉള്ളൂ, സ്നേഹമുള്ളവൻ, കഴിഞ്ഞു. മിത്രം. അരി ശത്രു, ലളിതമാണ്. ഉദാസീനഹന കസ്യചിത് പക്ഷം ഭജത, ആരുടെ പക്ഷവും ഭജിക്കാത്തവൻ. ആരുടെ പക്ഷവും ഇല്ല, ആരുടെ കൂട്ടത്തിലേക്കും ഇല്ല, ഒക്കെ നല്ലത് തന്നെ, സന്തോഷം. മധ്യസ്ഥൻ, 2 വിരുദ്ധ പക്ഷങ്ങളുടെയും നന്മ വിചാരിച്ച് പ്രവർത്തിക്കുന്നവൻ. ഹിതൈഷി. ദ്വേഷ്യാത്മന അപ്രിയ, തനിക്ക് അപ്രിയനായിട്ടുള്ളവൻ ദ്വേഷ്യൻ. ബന്ധു സംബന്ധി, ഇത്യേതേഷു ഇവരിലെല്ലാം. എങ്ങനെയുള്ളവരിൽ? സാധുഷു പാപേഷു ച, സാധുക്കളിൽ. സാധു ശാസ്ത്രാനുവർത്തിയാണ്. ശാസ്ത്രാനുവർത്തിഷു, ശാസ്ത്രത്തിനെ അനുവർത്തിക്കുന്ന, ശാസ്ത്രാനുസൃതം ജീവിക്കുന്നവരിൽ. പാപേഷു പ്രതിഷിദ്ധകാരീഷു, ചെയ്യരുതാത്തതിനെ ചെയ്യുന്നവർ, ചെയ്യരുതാത്തതിനെ മാത്രം ജീവിതത്തിൽ ചെയ്യുന്നവർ പാപന്മാർ. അങ്ങനെയുള്ളവരിൽ സർവേഷു ഏതേഷു സമബുദ്ധി, എല്ലാവരിലും സമബുദ്ധി. എന്താ അതിൻ്റെ മർമ്മം? ഈ സമബുദ്ധിയുടെ മർമ്മം എന്താണ്? പറയാണ്,
കഹ കിം കർമ്മ ഇതി അവ്യാപൃത ബുദ്ധി. ആര് എന്ത് ചെയ്യുന്നു എന്ന് നോക്കാത്തവൻ. അവൻ ചെയ്യുന്നത് അവന്റെ കർമ്മമാണ്. അവൻ പുണ്യം ചെയ്താൽ അവന് കൊള്ളാം, അവൻ പാപം ചെയ്താൽ അവന് കൊള്ളാം. ഇത് നോക്കേണ്ട പണി എനിക്കില്ല. ഞാൻ ജഗദീശ്വരനല്ല. മറ്റുള്ളവരെന്ത് ചെയ്യുന്നു എന്ന് നിരീക്ഷിക്കേണ്ട, പരിശോധിക്കേണ്ട ആവശ്യം എനിക്കില്ല. അമ്മ, അച്ഛൻ, ആചാര്യൻ എന്നീ വ്യക്തിത്വത്തിൽ നമ്മൾ പറയേണ്ടത് പറയണം, നോക്കേണ്ടത് നോക്കണം. അത്രയേ ഉള്ളൂ. അതിൽ കവിഞ്ഞ് ബാക്കി നാട്ടുകാർ മുഴുവൻ ചെയ്യണം നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അവനവൻ്റെ കർമ്മം അവനവൻ. നമ്മുടെ ഊർജം മുഴുവൻ നഷ്ടപ്പെടുന്നത് മറ്റുള്ളവരെ നോക്കിയിട്ടാണ്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു തന്നെ മറ്റുള്ളവരെ നോക്കിയും താരതമ്യം ചെയ്യുന്നതാണ്. ഏറ്റവും വലിയ ശത്രു താരതമ്യമാണ്. ബാക്കി കാമക്രോധ ലോഭമോഹ മത മാത്സര്യാദികളൊക്കെ അത് കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ. താരതമ്യ ബുദ്ധിയാണ് ഏറ്റവും വലിയ ശത്രു. അപ്പൊ അവനെന്താ ചെയ്യണത്, അവളെന്താ ചെയ്യണത് നോക്കാതിരിക്കുക. അതാരാ? നോക്കാതിരിക്കുക. നമുക്ക് നമ്മളെ പണി. അങ്ങനെയുള്ള ആൾക്ക് സമബുദ്ധിയായിരിക്കും അയാൾ. അതാണ് കിം കർമ്മ കഹ. ആരാവള്? കഹ കാ കിം കർമ്മ. എന്ത് പണിയാണ്? എന്താ എൻ്റെ പണി? എന്താ എൻ്റെ ഇപ്പം എന്താ ചെയ്യുന്നത്? ഇത് അവ്യാപൃത ബുദ്ധി എന്ന് വ്യാപരിക്കാത്ത ബുദ്ധിയോടൊത്തവർ. വിശിഷ്യതേ വിമുച്യത ഇതി ആ പാഠാന്തരം. അവിടെ പാഠാന്തരം വിമുച്യതയെന്നുണ്ട് എന്നാണ് പറയണത്. ആ പാഠം പ്രസിദ്ധമല്ല. വിശിഷ്യതയെന്ന് ഉള്ള പാഠമാണ് ഇപ്പോൾ പ്രചരിതമായതും പ്രസിദ്ധമായതും. ഇപ്പോൾ ഭഗവാൻ ഭാഷ്യകാരൻ്റെ കാലത്തും ആ പാഠം ഇപ്പോഴും നിലവിലുണ്ട്. അങ്ങനെ ഉണ്ടാവാം, നമ്മൾ കണ്ടിട്ടില്ല. വിമുച്യതേ എന്ന് പാഠമുണ്ടെന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. അപ്പോൾ മുക്തനായി തീരുന്നു എന്നർത്ഥം. അയാൾ മുക്തനായി തീരുന്നു. യോഗാരൂഢാനാം സർവേഷാം അയം ഉത്തമഃ. ഭാഷ്യകാരൻ വിശിഷ്യത എന്നുള്ള അർത്ഥമാണ് എടുക്കുന്നത്. എല്ലാ യോഗാരൂഢന്മാരിലും വെച്ച് ഇയാളാണ് അത്യുത്തമനായിട്ടുള്ളവൻ എന്നർത്ഥം. അപ്പം ആരാണ് യോഗാരൂഢൻ എന്നുള്ള ചോദ്യത്തിന് അപ്പം മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അतः ഏവം ഉത്തമഫലപ്രാപ്തയെ അतः ഏവം ഉത്തമഫലപ്രാപ്തയെ. അപ്പം അയാൾ ഉത്തമനാണെന്ന് പറഞ്ഞു. അപ്പം ഈ ഉത്തമ ഫലപ്രാപ്തിക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. ഉത്തമ ഫലം താനേ വരില്ല. താനേ ആരും ഉത്തമനാവില്ല. ഇത് ഉത്തമനാണ്, അല്ലെങ്കിൽ ഇതാണ് ഉത്തമൻ തിരിച്ചറിഞ്ഞാൽ മാത്രം, ഇല്ലെങ്കിൽ വേണ്ട. തിരിച്ചറിഞ്ഞാൽ അതിനായിക്കൊണ്ട് പ്രവർത്തിക്കണം. അതാണ് മനുഷ്യൻ. ഉത്തമമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും പ്രവർത്തിക്കുന്നില്ലെങ്കിൽ, അധമമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും ഒഴിവാക്കുന്നില്ലെങ്കിൽ അവനെ മനുഷ്യനെന്ന് വിളിക്കാൻ പറ്റില്ല. അപ്പൊ ഉത്തമ ഫലത്തെ നേടുന്നതിനായിക്കൊണ്ട് എന്ത് ചെയ്യണം? യോഗി യുഞ്ജീത സതതം ആത്മാനം രഹസി സ്ഥിതഃ ഏകാകീയത ചിത്താത്മാ നിരാശീര പരിഗ്രഹഃ. യോഗി യുഞ്ജീത സതതം ആത്മാനം രഹസി സ്ഥിതഃ ഏകാകീയത ചിത്താത്മാ നിരാശീര പരിഗ്രഹഃ. യോഗി യുഞ്ജീത സതതം. എന്തിനെ? ആത്മാനം. എങ്ങനെ? രഹസ്യ സ്ഥിതഃ. വീണ്ടും എങ്ങനെ? ഏകാക്കി. വീണ്ടും യതചിത്താത്മാ നിരാശീഹി അപരിഗ്രഹഃ. അതുകൊണ്ട് ഉത്തമ ഫലപ്രാപ്തിക്കായിക്കൊണ്ട് എന്ത് വേണം? യോഗി സാധകൻ, യോഗസാധനയിൽ വ്യാപരിക്കുന്ന ആള്, ഈ ഒരു ഉത്തമ ഫലപ്രാപ്തി വേണം എന്ന് ഇച്ഛിക്കുന്ന ആള്, ചിത്തസംയമം ശീലിക്കുന്ന ആള്, നിനക്ക് അർത്ഥം പറയാം. എന്ത് ചെയ്യണം? ആത്മാനം സതതം യുഞ്ജീത.
തന്നെ അന്ധക്കരണത്തെ എപ്പോഴും ഏകാഗ്രമാക്കണം, നിയോഗിക്കണം, യോജിപ്പിക്കണം. തന്നെ യോജിപ്പിക്കണം. ആരോട്? തന്നോട്. താനിപ്പോൾ പലതിലേക്ക് ഛിന്ന ഭിന്നമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തിലേക്കൊക്കെയാ പോണമെന്ന് പറയാൻ വയ്യ. 1008 വിഷയങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഒരേ സമയത്ത്. അവിടുന്ന് യോഗി എന്ത് ചെയ്യണം? തന്നെ തന്നോട് ബന്ധിക്കണം, തന്നോട് യോജിപ്പിക്കണം. തന്നെ ഇതാണ് വേണ്ടത്. എപ്പോ? ഞാൻ ദിവസം 1/2 മണിക്കൂർ ചെയ്യുന്നുണ്ട് സ്വാമി. സതതം, എപ്പോഴും, നിരന്തരം. എല്ലാ ബാഹ്യ സാഹചര്യങ്ങളിലും മാറ്റമില്ലാതെ തന്നെ തന്നോട് ചേർക്കണം. നിരന്തരം, സതതം. സതതം എങ്ങനെ? എവിടെ? രഹസ്യസ്ഥിത. രഹസ്യസ്ഥിത അത് വളരെ പ്രധാനമാണ് സാധകനെ സംബന്ധിച്ച്. ഏകാന്തത്തിൽ ഇരുന്നിട്ട്, ഏകാന്തത്തിൽ നിലകൊണ്ടിട്ട് എന്ന് വെച്ചാൽ വാതിലടച്ച് അകത്തിരിക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. അല്ലെന്നും അല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് സഹജമായ യോഗസ്ഥിതി കൈവന്ന ആൾക്ക് ഏത് ആൾക്കൂട്ടത്തിലും എവിടെയും എങ്ങനെയും ഒരുപോലെ വർത്തിക്കാം. പക്ഷെ സാധകനെ സംബന്ധിച്ചത് പോരാ. സാധകനെ സംബന്ധിച്ച് ഇരുത്തം വരുന്നത് വരെ അത് എത്ര കാലം പിടിക്കും നമുക്ക് പറയാൻ വയ്യ. ചിലപ്പോൾ ഒരു സെക്കൻഡ് മതിയാവും, ചിലപ്പോൾ ജന്മജന്മാന്തരങ്ങൾ വേണ്ടി വരും. അത് കയ്യിലിരിപ്പിനനുസരിച്ചിരിക്കും. അപ്പോൾ ആന്തരികമായ ഇരുത്തം വരുന്നത് വരെ രഹസ്യത്തിൽ തന്നെ, ഏകാന്തത്തിൽ തന്നെ ഈ യോഗ സാധനകൾ അനുഷ്ഠിക്കണം. അത് മുഖ്യമാണ്. രഹസ്യസ്ഥിത. രഹസ്യസ്ഥിത എന്നുള്ള വാക്കിന് വലിയ പ്രാധാന്യമുണ്ട്. ഏകാന്തത്തിലിരുന്നിട്ട്, അത് വേറെ ആരെയും കൊണ്ടോണ്ട. മാത്രമല്ല, രഹസ്യ ഏകാന്തത്തിലായതുകൊണ്ട് കാര്യമില്ല. ഏകാഗിയായിരിക്കണം, ഒറ്റയ്ക്കായിരിക്കണം. നമ്മളിപ്പോൾ ഏകാന്തത്തിലാണ്, ശരീരം കൊണ്ട് ഒറ്റയ്ക്കാണ്, വേറെ ആരും കൂടെ ഇല്ല, അതുകൊണ്ട് ഏകാഗിയാന്ന് അർത്ഥമില്ല. നമ്മളെ കൂടെ പലരും ഉണ്ടാവും, ഇല്ലേ? ലോകം മുഴുവൻ ഉണ്ടാവും. ഏറ്റവും അധികം ശത്രുക്കളാ കൂടെ ഉണ്ടാവുക. പിന്നെ മിത്രങ്ങളുണ്ടാവും. ഇതൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. അത് വേണ്ട. ഏകാഗിയായിട്ട്, ഒറ്റയ്ക്ക്. അവിടെ ഏകാഗി എന്നുള്ളതിന് മറ്റൊരർത്ഥം നേരത്തെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, സ്ത്രീ സഹായമില്ലാതെ എന്ന്. എന്നുവെച്ചാൽ സന്യാസി എന്നർത്ഥം. ആ വിഷയം നേരത്തെ ചിന്തിച്ചതാണ്. ഏകാക്കി. യഥചിത്താത്മാ. യഥചിത്താത്മാ അന്ധകരണത്തെയും ശരീരത്തെയും ഇന്ദ്രിയങ്ങളെയും എല്ലാം നിയന്ത്രിച്ചുകൊണ്ട്. നിരാശീഹി. അത് വേണം, ഇത് വേണം, അല്ലെങ്കിൽ അത് കിട്ടും, ഇത് കിട്ടും. ഇപ്പം ഞാൻ ഏകാന്തത്തിൽ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെയൊക്കെ യോഗസാധന ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഇത്ര ബലം കിട്ടും, ഇത്ര ബലം കിട്ടിയാൽ നാട്ടുകാരെന്നെ ഇത്ര പൂജിക്കും, ഇത്ര പൂജിച്ചാൽ എനിക്ക് ഇത്ര ദക്ഷിണ കിട്ടും, ഇങ്ങനെ കണ്ടുള്ള കണക്കില്ലാതെ. നിരാശി, ആശിസ്സുകളില്ലാതെ. അപരിഗ്രഹ. പരിഗ്രഹമൊഴിഞ്ഞവനായിട്ട്. അത് വേണം, ഇത് വേണം എന്നും പറഞ്ഞ് വ്യത്യസ്ത വിഷയങ്ങളെ പരിഗ്രഹിച്ച് വെക്കുന്നതാണ് പരിഗ്രഹം. അതില്ലാതെ. അപ്പം അതുകൊണ്ട് ഈ ഉത്തമ ഫലപ്രാപ്തിക്കായിക്കൊണ്ട് നീ നിന്നെ സ്വയം യോജിപ്പിച്ചാലും, ഇത് എപ്പോഴും സാധനാനുഷ്ഠാനത്തിൽ വ്യാപരിച്ചാലും എന്നർത്ഥം. നോക്കൂ, യോഗി ധ്യായി യുഞ്ജീത സമാദധ്യാത് സതതം സർവദാ ആത്മാനം അന്തഃകരണം രഹസി ഏകാന്തേ ഗിരിഗുഹാദൗ സ്ഥിതഃ സൻ ഏകാകി
അസഹായഃ രഹസി സ്ഥിതഃ ഏകാകീ ച ഇതി വിശേഷണാത് സന്യാസം കൃത്വാ ഇത്യർത്ഥഃ. യത ചിത്താത്മാ ചിത്തം അന്തഃകരണം ആത്മാ ദേഹഃ ച സംയതൗ യസ്യ സഹ യത ചിത്താത്മാ നിരാശീ വീതതൃഷ്ണഃ അപരിഗ്രഹഃ ച പരിഗ്രഹരഹിതഃ സന്യാസിത്വേ അപി ത്യക്തസർവപരിഗ്രഹഃ സൻ യുഞ്ജീത ഇത്യർത്ഥഃ. യോഗി ധ്യായി ധ്യാനിക്കുന്നവൻ, സൂക്ഷ്മമായ അന്തരംഗ സാധനയായ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നവൻ. ഇപ്പം വിസ്തരിച്ച് പറഞ്ഞതുകൊണ്ട് ഇനി സ്പീഡ് പോകാൻ പറ്റും. എവിടെയെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പറയുക. യുഞ്ജീത സമാധധ്യ, അത് സമാധാനിപ്പിക്കണം. ചിന്നിച്ചിതറി അങ്ങും ഇങ്ങും പോകുന്ന മനോവൃത്തികളെ സമാധാനപ്പെടുത്തണം, ഏകാഗ്രമാക്കണം, തന്നിലേക്ക് യോജിപ്പിക്കണം. അതാണ് യുഞ്ജീത, യോജിപ്പിക്കണം. ഇപ്പൊ ചിതറിക്കിടക്കുന്ന വൃത്തികളെ യോജിപ്പിക്കണം. എപ്പോ? സതതം, സർവദാ, എപ്പോഴും. ആത്മാനം അന്ധക്കരണത്തെ യോജിപ്പിക്കുക. അത് ചിന്നി പലതിലേക്ക് പോവുകയാണ്, പല സങ്കല്പങ്ങളിലേക്ക്, ആയിരക്കണക്കിന് വൃത്തികളിലൂടെ വ്യാപരിക്കുകയാണ്. അതിനെ യോജിപ്പിക്കണം. എവിടെ? രഹസി, ഏകാന്തത്തിലിരുന്നിട്ട്. ഭാഷ്യകാരൻ പറയുകയാണ് ഗിരിഗുഹാദൗ, പർവ്വത ഗുഹ തുടങ്ങിയവയിൽ, പർവ്വതത്തിൻ്റെ ഗുഹകളിൽ, ഏകാന്ത വനപ്രദേശങ്ങളിൽ, അല്ലെങ്കിൽ നദീപുളിനങ്ങളിൽ, അങ്ങനെയൊക്കെ കാട്ടില് പർവ്വത ഗുഹയില്, നദീതീരത്ത്, അങ്ങനെയൊക്കെ ഒറ്റപ്പെട്ട സ്ഥലത്ത്, മറ്റ് വ്യാപാരങ്ങൾ ഇല്ലാത്തയിടത്ത്. ഇത് സാധകന് മുഖ്യമാണ്. സ്ഥിതഃ, നിലകൊണ്ടിട്ട്, ഏകാക്കി അസഹായ, അത് പ്രത്യേകം പറയുകയാണ്. അവിടെ പതി പത്നി ഒന്നും വേണ്ട, അവിടെ ശിഷ്യൻ വേണ്ട, തനിക്ക് സഹായമായിട്ടൊരു സേവകനിരിക്കട്ടെ, വേണ്ട. അസഹായ, മറ്റൊരാളുടെ സഹായം ഇല്ലാതെ. കാരണം വേറൊരാളുടെ സഹായം ഉണ്ടെങ്കിൽ ഒരിക്കലും യോഗിയാവില്ല. തന്നോട് യോജിപ്പിക്കില്ല, യോജിപ്പിക്കാൻ കഴിയില്ല. പ്രസംഗിക്കുമ്പോൾ പലതും പറയാൻ നമുക്ക് സ്വജീവിതത്തിൽ സാധിക്കില്ല. അതുകൊണ്ട് ഏകാകിത്വം വിധിക്കപ്പെടുന്നു എന്നർത്ഥം. രഹസ്യസ്ഥിത ഏകാക്കി ഇതി ച വിശേഷണാത് സന്യാസം കൃത്വ ഇത്യർത്ഥഃ. രഹസ്യത്തിൽ ഇരുന്നിട്ടെന്നും ഏകാഗി എന്നുമുള്ള രണ്ട് വിശേഷണങ്ങളെ കൊണ്ട് എന്ത് മനസ്സിലാക്കാം? സന്യാസിച്ചിട്ട് എന്നർത്ഥം. അവിടെ സന്യാസം എന്നുള്ളത് ഞാൻ കാവ്യം എടുത്തു മുട്ട പിടിച്ചു എന്നുള്ളത് കൊണ്ട് സന്യാസിയാവുന്നില്ല. എന്നാൽ അതിനുതകുന്ന ജീവിതക്രമത്തെ സ്വീകരിച്ചിട്ട്. ഉത്കൃഷ്ടമായൊരു ലക്ഷ്യം നമുക്ക് വരുമ്പോൾ മറ്റുള്ളത് അപ്രസക്തമായി കൈവെടിയപ്പെടും. ലോകത്തിൽ എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ്. ജീവിതത്തിൽ എപ്പോൾ ഉത്കൃഷ്ടമായൊരു ലക്ഷ്യമുണ്ടോ അപ്പോൾ മറ്റെല്ലാം നമ്മൾ കൈവിട്ടു, അല്ലേ? അങ്ങനെയാണ്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കളിച്ചൊക്കെ നടന്നു. പക്ഷേ 10ാം ക്ലാസ്സിലെത്തി, പരീക്ഷ എടുക്കുന്തോറും ഒക്കെ മാറ്റി, ബാക്കിയെല്ലാം ഉപേക്ഷിച്ചു. പിന്നെ പഠിപ്പ്, അല്ലേ? അതാണ്. അത് കഴിഞ്ഞ് ചില പ്രവേശന പരീക്ഷകൾ, മത്സര പരീക്ഷകൾ വന്നപ്പോൾ ബാക്കിയെല്ലാം മാറ്റി. അതിനായി ഒരു വലിയ ലക്ഷ്യം വരുമ്പോൾ ബാക്കിയെല്ലാം അപ്രസക്തമാവും. എന്നാൽ ഏറ്റവും വലിയ ലക്ഷ്യമാണ് ഇവിടെ കൈവന്നിട്ടുള്ളത്. അപ്പം മറ്റെല്ലാം അവിടെ അപ്രസക്തമാവും. നമുക്ക് പറ്റുന്ന കുഴപ്പം നമ്മളുടെ സൈഡ് ബിസിനസ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. കൊല്ലത്തിലൊരു 7 ദിവസം വേദാന്തം പഠിച്ചു കളയാം, അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസം വേദാന്തം പഠിച്ചു കളയാം. അപ്പോൾ ഏതിനാ പ്രാധാന്യം? ബാക്കി 29 ദിവസത്തിന്, 358 ദിവസത്തിന്
അതാണ്. അവിടെ മുഖ്യത്വം ഇല്ല, ഗൗണത്വമേ ഉള്ളൂ. ഏത് മുഖ്യമാണെന്ന് മനസ്സിലാക്കേണ്ട മറ്റെല്ലാം അവിടെ ഉപേക്ഷിച്ചു. തൻ്റെ പിഞ്ചു കുഞ്ഞ് വെള്ളത്തിൽ മുങ്ങി പൊങ്ങുന്ന സമയത്ത് കയ്യിലുള്ള പൈസക്കെട്ട അമ്മ നോക്കുക അല്ല. താൻ വെള്ളത്തിൽ ശ്വാസം കിട്ടാൻ വേണ്ടി മുങ്ങിപ്പൊങ്ങുമ്പോൾ പണപ്പെട്ടിയാ നോക്കുക അല്ല. അതെല്ലാം കൈവിട്ടു, എല്ലാം വിട്ടു. അതാണ് യഥചിത്താത്മാ. യഥചിത്താത്മാ, ചിത്തം അന്ധക്കരണം, ആത്മാ ദേഹ. ഇവിടെ ആത്മാ എന്നുള്ളതിന് ശരീരം എന്നർത്ഥം എടുത്താൽ മതി, കാരണം ചിത്തം പ്രത്യേകിച്ച് പറഞ്ഞതുകൊണ്ട്. അതുകൊണ്ടാണ് ശരീരേന്ദ്രിയ മനോബുദ്ധികളുടെ മുഴുവൻ അർത്ഥം എടുക്കാൻ മതി. അതിനെ മുഴുവൻ സംയതമാക്കിയവൻ ആരോ അവൻ യഥചിത്താത്മാ. നിരാശി വീതതൃഷ്ണ. വീതതൃഷ്ണ, തൃഷ്ണ ആഗ്രഹം ഒഴിഞ്ഞവൻ. അപരിഗ്രഹ, പരിഗ്രഹരഹിത, പരിഗ്രഹമില്ലാത്തവൻ. അത് വേണം ഇത് വേണമെന്ന് പരിഗ്രഹിക്കാത്തവൻ. ഇവിടെ സന്യാസിത്വേ അപി ത്യക്ത സർവ പരിഗ്രഹ സൻ യുഞ്ജീത. സന്യാസിയായി എന്നുള്ളത് പറഞ്ഞു നേരത്തെ, എന്നിട്ടും അപരിഗ്രഹ എന്ന് പറഞ്ഞു. ഞാൻ സന്യസിച്ചു എന്നുള്ളതുകൊണ്ട് പരിഗ്രഹം ഒഴിവാക്കി എന്ന് അർത്ഥമില്ല. ചിലപ്പോൾ സന്യസിക്കുന്നത് തന്നെ പരിഗ്രഹത്തിനായിരിക്കും. അത് ഞാൻ സന്യസിച്ചാൽ നാട്ടുകാരുടെ ബഹുമാനം കൂടുതൽ കിട്ടും, അവരൊക്കെ വന്ന് നമസ്കരിക്കും. വെറും കൈയോട് കൂടി വന്ന് നമസ്കരിക്കില്ല, കാരണം യതിയെ കാണാൻ പോകുമ്പോൾ വെറും കൈയോട് കൂടി പോവരുത്. അപ്പം ഞാനൊരു യതിയായിട്ട് ഇരുന്നാൽ എനിക്ക് ദക്ഷിണ കിട്ടും. അങ്ങനെ ദക്ഷിണ കിട്ടിയാൽ സുഖമായിട്ട് മറ്റു പണിയൊന്നും എടുക്കാതെ ജീവിക്കാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടാവാം. അതുകൊണ്ടാണ് സന്യാസിത്വേ അപി ത്യക്ത സർവ പരിഗ്രഹ. നമ്മൾ അറിയില്ല, അറിയാതെ പരിഗ്രഹത്തിൻ്റെ പാതയിലേക്ക് സ്വയം അധപ്പതിച്ചു പോകുന്നത് നമുക്ക് തന്നെ അറിയാൻ പറ്റില്ല. ഞാൻ സന്യാസിയാന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല. പിന്നെ അവസാനം കണക്കൂട്ടി വെക്കുമ്പോൾ മിനിയാന്ന് സന്യാസി ആയിരുന്നു എന്ന് പറയേണ്ട അവസ്ഥ വരും. നിരാശി എന്ന് പറഞ്ഞാൽ ആശിസില്ലാത്തവൻ. അത് വേണം, ഇത് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്നുള്ള ആഗ്രഹമില്ലാത്തവൻ. ആഗ്രഹമുള്ളത് കൊണ്ട് പരിഗ്രഹിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. പരിഗ്രഹിക്കുന്നവന് അതിലേക്ക് അവനെ അദമ്യമായി നയിക്കുന്ന ആഗ്രഹം ഉണ്ടായിക്കൊള്ളണമെന്നുമില്ല. രണ്ടും അടുത്ത് തന്നെയാണ്. കാരണം ആശിയാണ് പരിഗ്രഹിയാവുന്നത്, ശരിയാണ്. എങ്കിലും അത് രണ്ട് വ്യക്തിത്വ ഭാവങ്ങളാണ്. അങ്ങനെ കൂട്ടി വെക്കുകയാണ് പരിഗ്രഹം. കിടക്കട്ടെ വേണ്ട, രണ്ടിനും സമബുദ്ധിയാണെന്ന് വെച്ചാൽ പ്രശ്നമല്ല. പക്ഷേ കിടക്കട്ടെ എന്ന് തോന്നും, പരിഗ്രഹിക്കുക. അതാണ് അതില്ലാത്തവൻ. അത് പലതാവാം, ഇന്നതെന്നില്ല. പരിഗ്രഹം സ്ഥാനങ്ങളാവാം. പേന, അത് നമുക്കിട്ടൊരു വെച്ചതാ. പേനയാവാം, പണമാവാം, സ്ഥാനമാനങ്ങളാവാം, പലതാവാം. ഇന്നതെന്നില്ല. ഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ കൈവിടാൻ തോന്നാതിരിക്കുക. അതാണ്. പേന എന്ന് പറഞ്ഞപ്പോഴാണ് ഇന്നലെയും വന്നിട്ടുണ്ട് ഒരു പേന. അങ്ങനെ വരും തന്നെയാണ്. തരും, അത് പുറത്തേക്ക് കൊടുത്തോണ്ടിരിക്കും. വന്നോണ്ടിരിക്കും, കൊടുത്തോണ്ടിരിക്കും. ശരിയുള്ളൂ. ബുക്ക് ചെയ്യണ്ടോ? ഇന്ന് തന്നെ തരും. പോരെ? ശരി. അപ്പോ വളരെ ശ്രദ്ധിക്കേണ്ട തമാശയല്ല. ഏകാക്കി, യഥചിത്താത്മാ, നിരാശി എന്നൊക്കെ പറഞ്ഞ ശേഷം വീണ്ടും അപരിഗ്രഹ എന്ന് പറഞ്ഞതിൻ്റെ പ്രാധാന്യം സാധനാമാർഗത്തിൽ മുന്നോട്ട് പോകുന്നവർ നിത്യവും അനുസന്ധാനം ചെയ്യേണ്ടതാണ്. കാരണം നമ്മൾ തന്നെ അറിയില്ല നമ്മൾ എങ്ങനെ നിപതിച്ചു പോകുന്നു എന്നുള്ളത്.
പദാർത്ഥ സഞ്ചയത്തിന് അങ്ങനെ ഒരു ദോഷമുണ്ട്, നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റില്ല. അഥ ഇദാനീം യോഗം യുഞ്ജതഃ ആസനാഹാരവിഹാരാദീനാം യോഗസാധനത്വേന നിയമഃ വക്തവ്യഃ പ്രാപ്തയോഗലക്ഷണം യദ്ഫലാദി ച ഇത്യതഃ ആരഭ്യത്തെ തത്ര ആസനം താവത് പ്രഥമം ഉച്യത്തെ. അഥ ഇദാനീം യോഗം യുഞ്ജതഃ ആസനാഹാരവിഹാരാദീനാം യോഗസാധനത്വേന നിയമഃ വക്തവ്യഃ പ്രാപ്തയോഗലക്ഷണം യദ്ഫലാദി ച ഇതി അതഃ ആരഭ്യത്തെ തത്ര ആസനം ഏവ താവത് പ്രഥമം ഉച്യത്തെ. ഇനിയിപ്പോൾ അപ്പോൾ യോഗി യുഞ്ജിത എന്ന് പറഞ്ഞു, ഇത് മാറ്റി പറയാൻ തയ്യാറല്ല, അത് പറഞ്ഞു വിധിച്ചു കഴിഞ്ഞു. ഇത് വിധിയാണ്. എന്ത്? യോഗി ആത്മാനം യുഞ്ജീത, നീ അന്ധകരണത്തെ സമാഹിതമാക്കൂ എന്ന് പറഞ്ഞു. അതാണ് നിർദ്ദേശം. എന്തിനു വേണ്ടി? ഉത്തമ ഫലപ്രാപ്തിക്ക് വേണ്ടി. എന്താ ഉത്തമ ഫലപ്രാപ്തി? അത് നേരത്തെ പറഞ്ഞു. യോഗാരൂഢത്വം എന്താണെന്ന് പറഞ്ഞു. അതെത്ര വരെ? അതും പറഞ്ഞു. യോഗാരൂഢനാവുന്നവരെ. ആയിക്കഴിഞ്ഞാൽ പ്രശ്നമല്ല. അപ്പോൾ അതിനായിക്കൊണ്ട് നീ ചിത്തസമാധാനം ചെയ്യണം എന്ന് പറഞ്ഞു. എങ്ങനെ? അപ്പം എന്തൊക്കെ സാധനങ്ങൾ? അപ്പോൾ യോഗാരൂഢനോടല്ല പറയണത്, യോഗാരൂഢത നേടാൻ വേണ്ടിയിട്ടാണ്. അപ്പം അവിടെ നിയമങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെ നിയമങ്ങളുണ്ട്? യോഗം യുഞ്ജതഃ, യോഗം യുഞ്ജതഃ, അന്ധകരണത്തെ സമാധാനിപ്പിക്കുന്നവന്, ഏകാഗ്രമാക്കാൻ പരിശ്രമിക്കുന്നവന്, ആസനാഹാര വിഹാരാദീനാം, ആസനം, ആഹാരം, വിഹാരം തുടങ്ങിയവ എന്ന് പറഞ്ഞാൽ അതുപോലെ എന്തും ആവാം. ഈ ലോകത്തിൽ നമ്മുടെ എല്ലാ വ്യവഹാരങ്ങളും, എങ്ങനെ ഇരിക്കണം, എങ്ങനെ കഴിക്കണം, എങ്ങനെ നടക്കണം, എല്ലാ നിയമങ്ങളും അവൻ്റെ വ്യവഹാരങ്ങൾ മുഴുവൻ നിയമിതമായിരിക്കണം. ആ നിയമിതമായിരിക്കുന്നവ മുഴുവൻ യോഗസാധന എന്നുള്ള നിലയ്ക്കാണ്. യോഗസാധനത്വേന നിയമഃ വക്തവ്യഃ, നിയമം പറയേണ്ടതാകുന്നു. എങ്ങനെ ആഹാരം കഴിക്കണം, എങ്ങനെ ആഹാരം കഴിക്കണം, എങ്ങനെ ആസനം വേണം, എങ്ങനെ വിഹാരം ചെയ്യണം. വിഹാരം, നടപ്പ്, ഓട്ടം, വ്യവഹാരങ്ങൾ, ലോകത്തിലുള്ള വിഹാരങ്ങൾ നമ്മൾ വിഹരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇരിക്കുന്നു, ഇത് വാസന എന്ന് പറയാം. ഇത് കഴിഞ്ഞാലോ 8:29 വിഹരിക്കാൻ തുടങ്ങി, അല്ലേ? വിഹാരായി. പിന്നെന്തായി? അവിടെ എത്തിക്കഴിഞ്ഞാൽ ആഹാരമായി. ആഹാരം കഴിഞ്ഞാൽ വീണ്ടും വിഹാരായി. വിഹാരം കഴിഞ്ഞാൽ വീണ്ടും ആസനായി. ഏതുവരെ? ഈ അന്തര്യോഗം കഴിയുന്നവരെ. നേരെ മറിച്ച് വീട്ടിൽ പോയി കഴിഞ്ഞാലോ, ഇതിന് പുറത്തെത്തിക്കഴിഞ്ഞാൽ ഏതാ കൂടുതൽ ഉണ്ടാവുക? വിഹാരം കൂടും, ആസനം കുറയും, ആഹാരം അറിയില്ല, ഉറപ്പൊന്നുമില്ല. ഇവിടെ നല്ല ആഹാരാ, ഇവിടെ ആഹാരത്തിന് കുറവൊന്നുമില്ല, എല്ലാവരും നല്ലോണം കഴിക്കുന്നുണ്ട്. അറിയില്ല എന്താന്ന്. അതാ എന്തായാലും വിഹാരം കൂടും, ആഹാരം കൂടുമോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോ ശരി. അപ്പൊ ഇതിനൊക്കെ ചില നിയമങ്ങൾ പറയേണ്ടതാകുന്നു. അതുകൊണ്ട് തത്ര ആസനമേവ താവത് പ്രഥമ, ആദ്യം ഇരുത്തമാ പറയണത്. ആദ്യം ഇരുത്തം വരണമല്ലോ, എന്നിട്ട് മതി മറ്റെല്ലാം. അപ്പൊ ഇരുത്തത്തെക്കുറിച്ച് ആദ്യം പറയുന്നു. എങ്ങനെയാണ്? ശുചൗ ദേശേ പ്രതിഷ്ഠാപ്യ സ്ഥിരമാസനമാത്മനഃ നാത്യുച്ഛ്രിതം നാതിനീചം ചൈലാജിന കുശോത്തരം തത്രൈകാഗ്രം മനഃ കൃത്വാ യത ചിത്തേന്ദ്രിയക്രിയഃ ഉപവിശ്യാസനേ യുഞ്ജ്യാത് യോഗമാത്മവിശുദ്ധയേ. ശുചൗ ദേശേ പ്രതിഷ്ഠാപ്യ സ്ഥിരമാസനമാത്മനഃ നാത്യുച്ഛ്രിതം നാതിനീചം
ശൈലാജിന കുശോത്തരം തത്രൈകാഗ്രം മനഃ കൃത്വാ യത ചിത്തേന്ദ്രിയക്രിയഃ ഉപവിശ്യാസനേ യുഞ്ജ്യാത് യോഗമാത്മവിശുദ്ധയേ. അപ്പൊ നമുക്ക് ആസനമാണ് ആദ്യം വിധിക്കുന്നത്. ശുചൗ ദേശേ ആത്മനഃ സ്ഥിരം ആസനം പ്രതിഷ്ഠാപ്യ. ശുചിയായ ദേശത്തിൽ, അത് മുഖ്യമാണ്. ശുചിത്വം എല്ലാ മേഖലകളിലും വേണം. ശുദ്ധം, വസ്ത്രശുദ്ധി, ദേഹശുദ്ധി, ആസനശുദ്ധി, സ്ഥലശുദ്ധി, എല്ലാം ശുദ്ധി വേണം. അങ്ങനെയൊക്കെ ആയ വിചാരശുദ്ധി സൂക്ഷ്മമായി നേടണം. ഇതൊക്കെ സാധകനെ സംബന്ധിച്ച് മാത്രമാണ്. സിദ്ധന് ശുദ്ധിയുമില്ല, അശുദ്ധിയുമില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോ ആസനത്തിന്റെ ശുദ്ധി ആദ്യം പറയും. ശുദ്ധിയായ ദേശത്തിൽ, ഈ ശുചിയായ ദേശം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി ശുദ്ധങ്ങളായ ദേശങ്ങളുണ്ട്. സ്വാഭാവികമായി ശുദ്ധമായ ദേശം, അല്ലെങ്കിൽ നമ്മൾ സംസ്കരിച്ച് ശുദ്ധമാക്കുന്ന സ്ഥലം. സംസ്കരിച്ച് ശുദ്ധമാക്കുക എന്ന് പറഞ്ഞാൽ അടിച്ചു വാരുക, തുടയ്ക്കുക, ചാണകം തളിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. ഒരു പ്രദേശത്ത് നല്ല ശുദ്ധമായൊരു തിരിയൊക്കെ ചന്ദനത്തിരിയൊക്കെ കത്തിച്ചു വെച്ചു. വേണമെങ്കിൽ നല്ല എണ്ണയുടെ ഒരു വിളക്ക് കത്തിച്ചു വെച്ചു. അങ്ങനെയൊക്കെ ആവാം. അങ്ങനെ പലതും ആവാം. ഒന്ന് മാത്രമൊന്നുമല്ല സംസ്കരിച്ചെടുക്കുന്നത്. എന്നാൽ ഇതൊന്നും ആവശ്യമില്ല. സ്വാഭാവികമായി ശുദ്ധമായ സ്ഥലത്ത്, പുഴയുടെ തീരത്ത്, അതുപോലെ പർവ്വത ഗുഹയിൽ, അവിടെ നമ്മൾ സംസ്കരിക്കേണ്ട ആവശ്യമില്ല. കാട്ടിൽ പോകുമ്പോൾ ചൂലും ഒക്കെ ആയിട്ട് പോകും. എന്തിനാത്? ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കുക. നീ പിന്നെ വീട്ടിലിരുന്നാൽ പോരെ. അവിടെ സ്വാഭാവികമായി ശുദ്ധമാണത്. അപ്പോ ശുചിയായ ദേശത്തിൽ ആത്മനഃ ആസനം, തൻ്റെ ആസനം. അവിടെ തൻ്റെ എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുക. അവിടെ അസഹായനാണ്, ഏകാഗ്രിയാണ്. അവിടെ കൂട്ടാസനങ്ങളൊന്നുമില്ല. യാഗാദി കർമ്മങ്ങളിൽ തൻ്റെ ആസനം ഇല്ല. യാഗാദി കർമ്മങ്ങളിൽ തനിക്കും പത്നിക്കും കൂടിയാണ് ആസനം, അല്ലെങ്കിൽ പത്നിക്കും പതിക്കും കൂടിയാണ് ആസനം. ഇവിടെ അതല്ല, ഇത് അവനവൻ്റെ ആസനമാണ്. ഇതിൽ വേറൊരാളുടെ കമ്പനിയില്ല. ആത്മനഃ ആസനം. എങ്ങനെയുള്ള ആസനത്തെ പ്രതിഷ്ഠാപിക്കണം, വെക്കണം. വെച്ചിട്ട് എങ്ങനെയുള്ളതിനെ? സ്ഥിരമായതിനെ. അസ്ഥിരാവരുത്. അയാൾ മനസ്സിനെ ഏകാഗ്രമാക്കാനായിരിക്കണത്. അപ്പോൾ അതിൻ്റെ കാലിന് ഇളക്കമുണ്ടെങ്കിൽ പല ഇളകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ശ്രദ്ധ എവിടെ ഉണ്ടാവുക? അതിനായിരിക്കും. അത് സ്ഥിരമായിരിക്കണം. അതെ. ഇനി മറ്റൊന്ന്, തനിക്ക് തൻ്റെതായൊരാസനം വേണം. അതുമുണ്ട്. അങ്ങനെയും പറയാം. ഒരാസനം തൻ്റെതായ സ്ഥിരമായ ആസനം, അത് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ളതായ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇളക്കമില്ലാത്തതായ എന്തുവാവാം. എങ്ങനെയുള്ള ആസനം പ്രതിഷ്ഠാപിക്കണം? നാത്യുച്ഛ്രിതം, വളരെ ഉയരം കൂടിയതാവരുത്. ഞാൻ അതിൻ്റെ മുകളിൽ നിന്ന് ഉരുണ്ട് മറിഞ്ഞ് വീണ് കൈയും കാലും പൊട്ടിയാൽ അത് പ്രശ്നമായി. നാത്യുച്ഛ്രിതം, വലിയ ഉയരമുള്ളതാവരുത്. അതിനീച്ചം, തീരെ ഉയരം ഇല്ലാത്തതും ആവരുത്. ഭൂമിയിൽ നിന്ന് കുറച്ചൊന്ന് വിട്ടു നിൽക്കണം. ഒരു പലകയൊക്കെ ആണെച്ചാൽ ഉത്തമമാണ്. അപ്പം അത്യുച്ഛ്രിതമാവരുത്, അതിനീച്ചമാവരുത്.
അതിനിടയ്ക്കുള്ള സുഖമായിട്ടിരിക്കാൻ ഉതകുന്ന. ഇനി ഇപ്പൊ രാജാവൊക്കെ ആകുമ്പോൾ ഉച്ഛൃതങ്ങളായിരിക്കുന്ന പല വസ്തുക്കളെ കൊണ്ടുമൊക്കെ ഉണ്ടാക്കും, കുറച്ച് കേമത്തരൊക്കെ ആയിട്ട്. അതൊന്നും വേണ്ട, അങ്ങനത്തെ ഒന്നും വേണ്ട. അതുപോലെ അതിനീചമായിട്ടുള്ളതും വേണ്ട. അങ്ങനെ പല അർത്ഥങ്ങൾ കൽപ്പിക്കാം അവിടെ. ചൈലാജിന കുശോത്തരം, ചൈലം വസ്ത്രം, അജിനം മൃഗത്തോല്, കുശം ദർഭ എന്നിവ ഉത്തരോത്തരം എന്ന് പറയുമ്പോൾ തിരിച്ചിട്ടാണ്. അടിയിൽ ദർഭ വന്നു, അതിന് മുകളിൽ അജിനം വെച്ചു, അതിന് മുകളിൽ തുണി വിരിച്ചു. അങ്ങനെയുള്ള ആസനം വെച്ചിട്ട് എന്ത് ചെയ്യണം? അത് ഇരിക്കാനാണ്, വെറുതെ ആസനം ശരിയാക്കി വെക്കാനല്ല. ചിലത് ആസനമൊക്കെ ശരിയാക്കി വയ്ക്കും, അതിന് 2 മണിക്കൂർ ചിലവാക്കും, അത് കഴിഞ്ഞ് ബാക്കി പണികളൊക്കെ ചെയ്തിട്ട് ആസനാവാന്ന് പറയും. അപ്പോഴത്തേക്ക് കിടന്നുറങ്ങാൻ നേരാവും, കഴിഞ്ഞു, ആസനം വെച്ചത് ബാക്കി. അതുകൊണ്ട് തത്ര അവിടെ എന്ത് ചെയ്യണം? മനസ്സിനെ ഏകാഗ്രമാക്കണം, അതിനാണ് പണി. തത്ര മനഃ ഏകാഗ്രം കൃത്വ, മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് യഥ ചിത്തേന്ദ്രിയക്രിയ, ചിത്തത്തിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും മുഴുവൻ ക്രിയകളെ, മനോബുദ്ധികളുടെയും ഇന്ദ്രിയങ്ങളുടെയും ക്രിയകളെ സംയമിച്ചിട്ട്, സംയമം ചെയ്തിട്ട്, ഉപവിശ്യ ഇരുന്നിട്ട്, ഒക്കെ ഇവിടെയൊക്കെ കൃത്വ ചെയ്തിട്ട്, ഉപവിശ്യ ഇരുന്നിട്ട്, പ്രതിഷ്ഠാപ്യ പ്രതിഷ്ഠാനം ചെയ്തിട്ട് എന്നാണ് എല്ലാം പറയണത്. അതായത് വേറൊരു പണി ചെയ്യാനായി ഇതൊക്കെ, അല്ലാണ്ട് ഇതൊന്നും പണിയല്ല. ഇതൊക്കെയാ പണിയെന്ന് വിചാരിച്ചു പോയാൽ പ്രശ്നമായി. ഇതൊക്കെ ചെയ്യണത് വേറൊന്നും ചെയ്യാനാണ്. അതുകൊണ്ടാണ് അവിടെ എല്ലാം കൃത്വ ചെയ്തിട്ട്, ഉപവിശ്യ ഇരുന്നിട്ട്, പ്രതിഷ്ഠാപ്യ പ്രതിഷ്ഠാനം ചെയ്തിട്ട് എന്നിങ്ങനെ പറയണത്. ഇതൊക്കെ ചെയ്തിട്ട് ഇപ്പം എന്താ വേണ്ടു? ഉപവിശ്യ അല്ല, ഇരുന്നിട്ട് ആണ്. ഇരിക്കാനല്ല പറയണത്, ഇരുന്നിട്ടുള്ള പണിയാണ് നോക്കേണ്ടത്. യുഞ്ജിയാത്, കഴിഞ്ഞു, ക്രിയാപദം വന്നു. യോജിപ്പിക്കണം, ഘടിപ്പിക്കണം, തന്നെ തന്നോട് ഘടിപ്പിക്കുക. അതിനാണ് ഈ പറഞ്ഞൊക്കെ. യോഗം, യോഗം യുഞ്ജിയാത്. എന്തിന്? ആത്മവിശുദ്ധയെ, ആത്മശുദ്ധിക്കായിക്കൊണ്ട്. അവിടെ ആത്മശബ്ദത്തിന് ആത്മാന്ന് അർത്ഥം എടുക്കാൻ വയ്യ. കാരണം നിത്യശുദ്ധമായ ആത്മാവിനെ ശുദ്ധമാക്കുക എന്നുള്ള പ്രയോഗം ഇല്ല. അപ്പോൾ അന്തഃകരണത്തെ ശുദ്ധമാക്കാനായിക്കൊണ്ട് പ്രയത്നിച്ചോളൂ. അതിനാണ് ഇപ്പോൾ ഈ പറഞ്ഞൊക്കെ. ശരി, എങ്ങനെ ഇരിക്കണം? ആസനം, ബാഹ്യാസനം പറഞ്ഞു. ഇനി എങ്ങനെ ഇരിക്കണം എന്ന് അടുത്ത ശ്ലോകത്ത് പറയുന്നു. അതിനു മുമ്പ് ശുചൗ ദേശേ വിവിക്തേ, ശുചൗ ദേശേ ശുചൗ ശുദ്ധേ വിവിക്തേ സ്വഭാവതഃ സംസ്കാരതഃ വാ ദേശേ സ്ഥാനേ പ്രതിഷ്ഠാപ്യ സ്ഥിരം അചലം ആത്മനഃ ആസനം ന അത്യുച്ഛ്രിതം ന അതീവ ഉച്ഛ്രിതം ന അപി അതിനീചം തച്ച ചൈലാജിന കുശോത്തരം ശൈലം അജിനം കുശാഹ ച ഉത്തരേ യസ്മിൻ ആസനെ തദാസനം ശൈലാജിന കുശോത്തരം പാഠക്രമാത് വിപരീതഃ അത്ര ക്രമഃ ശൈലാദീനാം പ്രതിഷ്ഠാപ്യ കിം തത്ര തസ്മിൻ ആസനെ ഉപവിശ്യ യോഗം യുഞ്ജ്യാത്. കഥം? സർവവിഷയേഭ്യഃ ഉപസംഹൃത്യ ഏകാഗ്രം മനഃ കൃത്വാ യഥ ചിത്തേന്ദ്രിയക്രിയഃ ചിത്തം ച ഇന്ദ്രിയാണി ച ചിത്തേന്ദ്രിയാണി
തേഷാം ക്രിയാഃ സംയതാഃ തസ്യ, അവിടെ യസ്സി ആണ് നല്ലത്, യസ്സി ആണ് നല്ലത്. പക്ഷെ തസ്യാന്നും പാഠമുണ്ട്, ഇല്ലാന്ന് പറഞ്ഞൂടാ. യസ്സിയാണ് സുഖം. യസ്യ സഹ യത ചിത്തേന്ദ്രിയക്രിയഃ സഹ കിമർത്ഥം യോഗം യുഞ്ജ്യാത് ഇത്യാഹ ആത്മവിശുദ്ധയേ അന്തഃകരണസ്യ വിശുദ്ധ്യർത്ഥം ഇത്യേതത്. അപ്പൊ ശുചൗ ദേശേ വിവിക്തേ, വിവിക്തമായ ഏകാന്തമായ സ്ഥാനത്തിൽ, അതാണ് ശുദ്ധമായ ദേശത്തിൽ. ശുദ്ധമായ ഒരു ആസനമാണ്, പക്ഷേ ചുറ്റുപാട് മുഴുവൻ ബഹളമാണെങ്കിൽ പറ്റില്ല. അതുകൊണ്ടാണ് അവിടെയും വിവിക്തേന്ന് ഭാഷ്യകാരൻ പറയുന്നത്. വ്യക്തമാണല്ലോ, അവിടെ വിവിക്തേന്ന മൂലത്തിൽ ഇല്ലേ ഇല്ല. അപ്പോ സ്വഭാവതഃ സംസ്കാരതഃ വാ ശുചൗ ദേശേ, സ്വഭാവം കൊണ്ടോ സംസ്കാരം കൊണ്ടോ ശുദ്ധമായ ദേശത്തിൽ. സ്വഭാവം കൊണ്ട് ശുദ്ധമായ ദേശം എന്ന് പറഞ്ഞാൽ സ്വതവേ ശുദ്ധമായി മാനിക്കപ്പെടുന്ന സ്ഥലങ്ങളാണ്. നദീതീരം, പർവ്വത ഗുഹ തുടങ്ങിയവയൊക്കെ ശുദ്ധമായി മാനിക്കപ്പെടുന്ന സ്ഥലങ്ങളാണ്. അവിടെ മറ്റു ബാധകളൊന്നും വരാനില്ല. വീടൊക്കെ ആകുമ്പം ബാധകൾ വരും അല്ലേ? എന്താ മേലോട്ട് നോക്കിയിരിക്കണത്? പച്ചക്കറി വാങ്ങിയോ എന്നൊക്കെ ചോദ്യങ്ങൾ വരില്ലേ? വരും. ചായ കാപ്പിയായോ പാലായോ അങ്ങനത്തെ അതൊക്കെ ചോദിക്കും. അതൊക്കെ ബാധകളാണ്. ഒന്നുമില്ല. അപ്പോൾ സ്വഭാവം കൊണ്ട് ശുദ്ധം, രണ്ട് സംസ്കാരം കൊണ്ട് ശുദ്ധം. ഇപ്പം സ്വഭാവം കൊണ്ട് ശുദ്ധമായിരിക്കില്ല, അവിടെ നമ്മൾ അടിച്ചു വാരി ചാണകം തെളിച്ച് അല്ലെങ്കിൽ വെള്ളം കുടഞ്ഞ് ചുറ്റുപാടൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചാൽ സംസ്കാരം കൊണ്ട് ശുദ്ധമായി. അങ്ങനെയുള്ള ദേശത്ത് പ്രതിഷ്ഠാപ്യ സ്ഥിരം അചലം, അചലമായ ഇളക്കമില്ലാത്ത ആസനത്തെ, അത് പ്രധാനമാണ്. അത്യുച്ഛ്രിതം, വളരെ ഉയർന്നതല്ല. ഇത് സാധകനാണല്ലോ, വലിയ ഉയർന്നതിൻ്റെ മുകളിൽ ഇരുന്നാൽ പ്രശ്നമാണ് ഇല്ലേ? എല്ലൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ അതും പ്രശ്നം തന്നെയാണ്. എന്താ പറ്റിയത്? ധ്യാനിക്കാൻ പോയതാന്ന് പറയേണ്ടി വരും. അത് വലിയ വിഷമാണ്. അതെ, അതുകൊണ്ട് അത്യുച്ഛ്രിതം, അധികം ഉയർന്നതല്ല. നാഭി അതിനീചം, വളരെ താണതുമല്ല, ഭൂമിയോട് സ്പർശിക്കുന്നതല്ല. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. തച്ച ചൈലാജിന കുശോത്തരം, അതും ചൈലാജിന കുശോത്തരം. ശൈലം അജിനം കുശാഹാച ഉത്തരേയസ്മിൻ, ശൈലം അജിനം കുശരം എന്നിവ മുകളിലുള്ളത്. അവിടെ പാഠക്രമം കൊണ്ട് വിപരീതം മനസ്സിലാക്കിക്കൊള്ളണമെന്ന് ഭാഷ്യകാരൻ പറയുന്നു. അതായത് തുണി വിരിച്ച് അതിന് മുകളിൽ അജിനം വിരിച്ച് അതിന് മുകളിൽ കുശല്ല. കാരണം ഇരിക്കുമ്പോൾ സുഖത്തോടു കൂടി വേണം, അതിനാണ്. അപ്പം ആദ്യം കുശം വന്നു, അതിന് മുകളിൽ തോലിട്ടു. ഇവിടെ തോല് വേണ്ടാട്ടോ, തോലിട്ട് കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യപ്പെടും, ജയിലിലാവും. അവിടെ നല്ലത് കമ്പിളിയാണ്, നല്ലത് കമ്പിളി മതി നമുക്ക്. അതിന് മുകളിൽ ഒരു തുണിയും, സുഖമായിട്ടിരിക്കാം. അങ്ങനെ പാഠക്രമം കൊണ്ട് വിപരീതം മനസ്സിലാക്കണം. അങ്ങനെ പ്രതിഷ്ഠാപ്യ ആസനം വെച്ചിട്ട് എന്ത് ചെയ്യണം? തത്ര തസ്മിൻ ആസനെ ഉപവിശ്യ, അവിടെ ആസനത്തിൽ ഇരുന്നിട്ട് യോഗം യുഞ്ജിയാത്, യോഗം യുഞ്ജിയാത്. കഥം, എങ്ങനെയാ? സർവവിഷയേഭ്യ ഉപസംഹൃത്യ, എല്ലാ വിഷയങ്ങളിൽ നിന്നും പിന്തിരിച്ചിട്ട് ക്രമമായിട്ട്. മനഃ ഏകാഗ്രം കൃത്വ, മനസ്സിനെ ഏകാഗ്രമാക്കാൻ പരിശ്രമിച്ചിട്ട്. കുറേയൊക്കെ ഓടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ, സാരമില്ല, അവിടുന്ന് പിടിച്ചുകൊണ്ടിരണം. പിന്നെ ഓടിയാലോ സാരമില്ല, പിന്നെയും പിടിച്ചുകൊണ്ടിരണം. പിന്നെ ഓടിയാൽ പിന്നെയും പിടിച്ചുകൊണ്ടിരണം. അല്ലാണ്ട് വേറെന്താ? വേറെ വഴിയില്ലല്ലോ. മേയാൻ വിട്ടേക്കരുത്. അതിനുള്ള ഉപായങ്ങളൊക്കെ സ്വീകരിക്കണം. ഉപായേന നിഗൃഹണീയാത്, ഉപായം കൊണ്ട് വേണം നിഗ്രഹിക്കേണ്ടത്. ആ ഉപായങ്ങൾ ആകർഷിക്കാനുള്ള വഴികൾ സ്വീകരിക്കണം.
എങ്ങോട്ടാ ഓടിപ്പോണെന്ന് വെച്ചാൽ അവിടെയുള്ള നിരർത്ഥകത ബോധിപ്പിക്കണം. ഏകാഗ്രം മനഃ കൃത്വ യഥ ചിത്തേന്ദ്രിയ ക്രിയ ചിത്തം ച ഇന്ദ്രിയാണി ച ചിത്തേന്ദ്രിയാണി തേഷാം ക്രിയാഃ സംയതാഃ യസ്യ. അന്ധകരണത്തിൻ്റെയും ശരീരത്തിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ക്രിയകൾ പൂർണ്ണമായി സംയതമാക്കി എന്നിട്ട് എന്ത് ചെയ്യണം? യോഗം യുഞ്ജ്യാത്, യോഗം ചെയ്തോളുക. എന്തിന്? ആത്മവിശുദ്ധയേ, അന്തഃകരണസ്യ വിശുദ്ധ്യർത്ഥം, ഉള്ളു ശുദ്ധാക്കാൻ വേണ്ടിയിട്ട്. അതാണ് നമ്മളെ പണി. ഇതാണ് വലിയ പണി. ഇത് പുറമെ കാണുന്ന പണിയല്ല, വലിയ പണിയാണ്. പുറമെ അടിച്ചു വാരാനും തുടയ്ക്കാനൊക്കെ എളുപ്പമാണ്. ഇത് അത്ര മാലിന്യങ്ങൾ ഉണ്ടെന്ന് മാത്രമല്ല, വൃത്തിയാക്കുമ്പോൾ അതിൻ്റെ 10 ഇരട്ടി വന്നുകൊണ്ടിരിക്കും. പെട്ടെന്ന് വൃത്തിയാക്കാൻ വഴിയുമില്ല. എങ്ങനെയൊക്കെയാ വരിക മാലിന്യം എന്ന് കണക്കില്ല. അത് നോക്കിയിട്ടില്ല വെച്ചാൽ പ്രശ്നമല്ല, അത് കുഴപ്പമില്ല സ്വാമി, ഇവിടെ നല്ല വൃത്തിയാന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോ പ്രായോഗികമായിട്ടുള്ള വിഷയമുണ്ട് അവിടെ. വിശുദ്ധിയർത്ഥം പരിശ്രമിച്ചോളുക. ഇനിയിപ്പോൾ എങ്ങനെയാണ് പോയി ഇരിക്കേണ്ടത് എന്നൊക്കെ അത് വളരെ പ്രധാനമാണ്. അങ്ങനെ ഇരിക്കണമെങ്കിൽ ആഹാരം കഴിക്കണം, എന്നാലേ ഇരിക്കാൻ പറ്റും. അതുകൊണ്ട് കഴിച്ച് വേഗം വരിക. സമയം 9 മണിന്ന് കണക്കില്ല. അതെ, വിഹാരം വേണ്ട, വേഗം വരിക. നമ്മൾ വളരെ വളരെ പിന്നിലാണ്. എന്നാലും തീരും ആരോടും പറഞ്ഞിട്ടില്ല, ഒരു വാക്കും ഇല്ല. തീർക്കും എന്നൊന്നും വാക്കില്ല. എവിടെ എത്തുമോ അവിടെ നിൽക്കും. അപ്പം ഒരാൾ പറയാണ്, സ്വാമി ഒരുപാട് വിശദീകരിക്കണം, നിർത്തിക്കോളൂ, എന്നാൽ സ്വാമിക്ക് തീരുമല്ലോ. ഞാൻ പറഞ്ഞു, നിങ്ങൾ സീറ്റിലിരുന്നോളൂ, ഞാൻ അവിടെ കേട്ടിരിക്കാം. ഈ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞതാണ്, ആരാന്നൊന്നും ഞാൻ പറയണില്ല. ഈ കൂട്ടത്തിൽ ഇവിടെ ഇരിക്കണ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, സ്വാമി ഒരുപാട് വിശദീകരിക്കണ്ട, എന്നാ തീർന്നോളൂ. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്തോളൂ, നിങ്ങൾ അവിടെ ഇരുന്നോളൂ, ഞാൻ അവിടെ ഇരിക്കാം. അത്രയേ ഉള്ളൂ. ശരി. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം.